എക്സാലോജിക്കിനെ വെട്ടിലാക്കി കേന്ദ്ര ഏജൻസിയായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട്. എക്സാലോജിക് CMRL ഇടപാട് അടിമുടി ദുരൂഹമെന്ന് രേഖപ്പെടുത്തിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിശദമായ അന്വേഷണം വേണമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് CBIക്കോ EDക്കോ കൈമാറാനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. വീണയ്ക്കും കമ്പനിക്കും കമ്പനി രജിസ്ട്രാർ 1 ലക്ഷം രൂപ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട്. ബംഗളൂരു ആസ്ഥാനമായുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ജനം ടിവിക്ക് ലഭിച്ചത്. ROC ആവശ്യപ്പെട്ട ഒരു രേഖയും എക്സാലോജിക് നൽകിയിട്ടില്ല എന്നാണ് 3 അംഗ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. CMRLുമായി നടത്തിയ കരാർ എന്തായിരുന്നു എന്ന് പോലും വിശദാംശങ്ങൾ ഹാജരാക്കിയിട്ടില്ല. എക്സാലോജിക്കിന്റെ മറുപടിയിൽ ആകെയുള്ളത് GST അടച്ച വിവരം മാത്രമായിരുന്നു. വിവരങ്ങൾ കൈമാറുന്നതിൽ തട്ടിപ്പും രേഖകളിൽ കൃത്രിമത്വവും കാണിച്ചുവെന്ന സംശയം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെക്ഷൻ 447, 448 പ്രകാരം കമ്പനിക്കെതിരെ നടപടിയെടുക്കാമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനും കഴിയും. എക്സാലോജിക്കുമായി നടത്തിയ ഇടപാട് വിവരം CMRLും മറച്ചുവെച്ചു. കൂട്ടിടപാട് നടത്തിയ കമ്പനിയുമായുള്ള വിവരം കൃത്യമായി അറിയിച്ചിട്ടില്ല. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 188ന്റെ ലംഘനമാണ് ഇതെന്നും കണ്ടെത്തി. വിശദാന്വേഷണം വേണമെന്ന ROC പ്രാഥമിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുമ്പോൾ ഈ കേസ് CBI, ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്താനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുഖ്യമന്ത്രിയുടെ മകളായ കമ്പനി ഉടമ വീണ വിജയനെ കൂടാതെ PV എന്ന ചുരുക്കപ്പേരിൽ പിണറായി വിജയനും മാസപ്പടി നൽകിയതായുള്ള CMRL വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു. UDF നേതാക്കളായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളുടെ പേരുകളും സമാന നിലയിൽ വെളിപ്പെട്ടിരുന്നു. ഇതിനിടെ കമ്പനി നിയമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ എക്സാലോജിക് കമ്പനിയിൽ നിന്നും ഉടമയായ വീണ വിജയനിൽ നിന്നും 1 ലക്ഷം രൂപ വീതം കമ്പനി രജിസ്ട്രാർ 2 വർഷം മുമ്പ് പിഴ ഈടാക്കിയ വിവരവും പുറത്തു വന്നിട്ടുണ്ട്. രജിസ്ട്രേഡ് ഓഫീസിന്റെ മേൽവിലാസം മാറ്റിയത് അറിയിച്ചില്ല എന്നതാണ് കുറ്റം. കോവിഡ് കാലത്ത് പ്രവർത്തന സൗകര്യത്തിന് ഓഫീസ് മാറ്റി എന്നായിരുന്നു കമ്പനി വിശദീകരണം. ജനം, തിരുവനന്തപുരം.